നമ്മളൊരു ചേമ്പ് ഞാൻ വിളവെടുത്ത് നോക്കിയെന്നേ. എൻ്റെ പോളയെല്ലാം എല്ലാം കിട്ടിട്ടേ ഞാനിത് എടുത്ത് എല്ലാം പോയി ചാക്കെല്ലാം ഇത് ഞാൻ നോക്കിയത് എന്താ എന്താ പൊരിച്ച് നോക്കിയാനേ. എന്താ ചാക്കൽ നട്ടത് വിളവെടുക്കാനുള്ള ആഗ്രഹം കൊണ്ടാണേ. ഇന്ന് ചീത്ത പറയില്ല എന്നാ ആക്രാന്തം പിടിച്ചിട്ടാ എന്താ നോക്കുമ്പോഴേക്ക് ഇതാ എന്താ ആവുന്നത്ര ഇതാ എന്നാ നിറയെ കിഴങ്ങന്നെ ഇതാ സമയമായിട്ടില്ല. അതുകൊണ്ടാ എവിടെയെങ്കിലും ഒരു ക്ലീന് ബാക്കിയില്ല. അതാ നോക്കറാ ചുറ്റും കിഴങ്ങുണ്ടാ. എന്താ 2 4 5 6 7 8 9 10 11 12 13 ഉണ്ടാ 10 15 കിഴങ്ങ് ഇതാ ഇതും കൂടെ 15 അല്ല 16 17 18 19 ഇത്രയും കിഴങ്ങ് തേടീന് ബാക്കിയില്ല. സ്ഥലം ഉണ്ടാ ഇതെല്ലാം കിഴങ്ങ് എന്താ പക്ഷെ വളർന്നിട്ടില്ല. എല്ലാം ഉണ്ടാ വളരാഞ്ഞിട്ടോ വളം പറ്റാഞ്ഞിട്ടോ എന്നാ നിനക്ക് അറിയില്ല. കുറേ ആയാലും ഇത് നട്ടിട്ട് എന്താ ഇത് നമുക്ക് ഏതാണ്ട ഉണ്ടാ എന്തായാലും പിടിക്കുന്നില്ല ഉറപ്പായില്ലേ. ഇത് പൊട്ടിക്കാൻ കിട്ടുന്നില്ല. ഇതിന് ആരെയും കൊഴിഞ്ഞിട്ടുണ്ടോയെന്ന് അറിയില്ല. എല്ലാവരും കിടക്കുന്ന കാണുമ്പം എനിക്ക് തോന്നി നല്ല അയറെല്ലാം ഉണ്ട്. ഇത് വേറെ ഒന്നിലും നമുക്ക് വാരിയിടാം. ഞാൻ വേറൊരു ചാക്ക് നിറച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇത് നടാം. ഏതായാലും നിറയെ ഉണ്ട്. ഇനി ഇതൊന്നും ഇപ്പോഴേ കിടക്കില്ല. കണ്ടില്ലേ അവിടെ നിൽക്കട്ടെ. ഏതെല്ലാം വേണമെങ്കിൽ എന്നും വളം ഇട്ട് കൊടുക്കുക. നിറയെ ഉണ്ട്. കണ്ടില്ലേ ഇങ്ങനെ കളിച്ചാൽ പോരെ. എന്താ ഇല്ലയെന്ന് വിചാരിക്കണ്ട നിറച്ചും പിടിച്ചിട്ടുണ്ട്. അത് എന്നും വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. എന്താ നിറയെ ഉണ്ട്. കണ്ടില്ലേ ഇതാ കിഴങ്ങതാ പൊട്ടിച്ചിട്ടില്ല. എന്ത് ഇതാടെ നിൽക്കട്ടെ ഞാൻ പൊട്ടിക്കാം. ഒരു കൈ കൊണ്ട് ഞാൻ ക്യാമറ ഇട്ടിട്ടില്ല. കണ്ടില്ലേ ഞാനിത് നടാനാക്കിയത് കാണിച്ചു തരാം. ഇത് മുറിച്ച് നമുക്കിതാ ഈ ചാക്കൽ ഞാൻ ഒരു ചാക്ക് ഇട്ടിരുന്നേ. ഇനി എന്താക്കി അറിയാം കുറേ കരിയില ഇട്ടു, കുറച്ച് മണ്ണിട്ടു. പിന്നെ ഞാൻ നമ്മൾ കോഴിക്കാട്ടം ഉണ്ടായിന്. ആ കോഴിക്കാട്ടെല്ലാം ഇറച്ചി പൊടിച്ചിട്ട് കണ്ട ഇതാ കണ്ടില്ലേ ഇതിലേക്കൂടെ തപ്പുന്നുണ്ടാ. ഇതാണ് റൂട്ട് വരെ ഒരു സാധനം വെച്ചക്കൂല ഇടാ. എന്നിട്ട് അത് മുറിച്ച് നമുക്ക് ഇതിൽ നടാം. ഈ കോഴിക്കാട്ടവും മണ്ണും എല്ലാം കൂടെ കലർത്തിയിട്ട് അടിയിൽ കരിയില ഇട്ടു. നമുക്ക് വേണമെങ്കിൽ ഇതിന് ഇട്ടെടുത്തോണ്ട് നിൽക്കാമല്ലോ വളം. ഇതിൽ നമുക്കത് എടുത്ത് വെക്കാം. അതിന് പൊട്ടിച്ചിട്ടാകുമ്പോൾ ഇതിലെടുത്ത് വെക്കാം. അവിടെ വളർന്നോട്ട് ഇതിന് ആ ചാക്ക് പോരായി. നമുക്ക് ഇതിനേക്കാൾ ചെറിയ ഒന്ന് എടുത്തതുണ്ടായി. ഇത് വേറെയാണ് അത്ര വലുതല്ല. ഇത് നടാം നമുക്ക്. ഇത് നടാം നമുക്ക്. ഇതിൻ്റെ അടിയിലെല്ലാം നിറയെ ഇലയാണ്. ഇലയുണ്ട് മണ്ണുണ്ട്. ഒരുപാട് വലുത് നമുക്ക് ഇത് നട്ടാൽ ശരിയാവില്ലല്ല. നട്ടിട്ട് കഴിഞ്ഞിട്ടില്ല നമുക്ക് പോകാം. കുറച്ച് കറിയൊക്കെ അത് ആവുന്തോറും നോക്കി നോക്കാം. പോരെ ഓക്കെ പറയല്ലേ. ഇത് നമുക്ക് നടാൻ വേറെ ഒരു കുണ്ടാക്കിയിട്ട് പിന്നെ വേറെ പാത്രം ഉണ്ടെങ്കിൽ ചാക്ക് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. കിട്ടിയെങ്കിൽ നമുക്ക് അതിൽ നടാം. കണ്ടില്ലേ ഇത്രയും ഉണ്ട്. മോശമായിട്ടൊന്നുമില്ല. വളർന്നിട്ടില്ലാന്നേ ഉള്ളൂ. കണ്ടില്ലേ ഇത് നമുക്ക് അന്ന് ഇതെല്ലാം കിളക്കുമ്പോൾ കിട്ടിയതാണ്. ഇത് രണ്ടും കൂടെ പുങ്ങാനായില്ലേ ഇരിക്കാം. നമുക്ക് 2 വീട്ടിലേക്കും കൂടി ആയില്ലേ. കണ്ടില്ലേ എന്നാലും ഇത് പുങ്ങാനായി. ഇപ്പോൾ പുഴുങ്ങി തിന്നാം നമുക്ക്. മോശമായിട്ടില്ലല്ലോ. ഏതായാലും അത് ഞാൻ നട്ടു. ഇനി മറ്റത് വേറെ നടാം. ചാക്കിലായതുകൊണ്ട് അത് കിട്ടി. ഇല്ലെങ്കിൽ മുള്ളമ്പം നീൻ്റെ രസം നോക്കാനും കൂടി തരില്ല. അതിൻ്റെ കണ്ട വരെ തരില്ല. നോക്കാമെല്ലാം നട്ട് നോക്കാം. ശരിക്കും തോറും കുറേ നടാനുണ്ട്. ഇടയിലെല്ലാം തനിയെ മുളച്ചത് എല്ലാം നടണം. ഇനി ഓരോരോ കിലായിട്ട് ഈ ചാക്കൽ പോരാൻ തോന്നുന്നത്. ഇതിൻ്റെ സ്ഥലം പോരാൻ തോന്നുന്നു ചാക്കലാകുമ്പോൾ. നോക്കാം നോക്കിയിട്ട് കിട്ടിയാലായില്ല. അത്ര കൂടെ കിട്ടിയില്ല ഇപ്പോൾ. അതുപോലെ മൂപ്പെല്ലായി തോന്നുന്നു. എനിക്കത് നല്ല ഉരുണ്ടിട്ട് നല്ല കട്ടിയുണ്ട്. ചാക്കിലായതുകൊണ്ടോ അങ്ങനെയാണെന്ന് പറയാൻ കഴിയില്ല. ആദ്യമായിട്ടാണ് ഞാൻ ഈ ചാക്കിൽ ചേമ്പ് ഇടുന്നത്. ഇനി ഏതായാലും ഇങ്ങനെ കുറേശ്ശെ നട്ട് നോക്കാം. നമുക്ക് കിട്ടുന്ന പാത്രത്തിൽ നടാം. അങ്ങനെ എൻ്റെ വലിയൊരു ആഗ്രഹം ഞാൻ നടത്തിയിട്ടാ. വിളവെടുപ്പ് നടത്തി. രസകരമായ വിളവെടുപ്പായിപ്പോയി.
ഇനി ഏതായാലും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.